എന്താ ഷെയർ എക്സ്പെക്ട് അൺഎക്സ്പെക്ടഡ് ആണോ? ഇത് കാണോ? അതെ 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 ഇതാണോ ഈ വീഡിയോ ആണോ എക്സ്പെക്ട് അൺഎക്സ്പെക്ടഡ്? സോ അപ്പൊ നമുക്ക് ഇതൂടെ കണ്ടിട്ട് നിർത്താൻ ഗൈസ്. ഡിസ്കോർഡ് ട്രോൾസ് അധികം ഒരുപാട് കോപ്പി റൈറ്റ്സ് ഞാൻ അടിച്ചു വെക്കണില്ല, എനിക്ക് പേടിയാണ്. ഒരു സ്ട്രൈക്ക് കൂടെ കിട്ടിയാൽ എനിക്ക് ഇനി ലൈവ് ചെയ്യാൻ പറ്റത്തില്ല. അതാണ് അവസ്ഥ ഇപ്പോഴത്തെ. 2 സ്ട്രൈക്കാണ് പെൻഡിങ്. ബ്രാവോ ഇവിടെ ഉണ്ടോ? ഒരെണ്ണം കുരിശിങ്കൽ ഇട്ടിച്ചന്റെ സ്ട്രൈക്ക്. അത് പോയില്ലേ? ഇല്ല ഒരെണ്ണം അത് പുള്ളിക്ക് അറിയത്തില്ലെന്ന് തോന്നുന്നു മാറ്റാൻ. പറഞ്ഞു കൊടുക്ക. ഒരെണ്ണം സൺ പിക്ചേഴ്സിന്റെ, ഒരെണ്ണോടെ വന്ന എന്റെ ചാനൽ കഥം. സ്പെഷ്യൽ മെയിനായിട്ട് ആദ്യമേ തന്നെ പറയാം, 12 പേരാണ് ടി വിയിൽ നിന്ന് ഇപ്പം ഇറങ്ങിയിരിക്കുന്നത്. സരക്ക്, കായന്, ഫീഡ്, ഓക്സി, ദാമു, ദിഗോഡ്, ബുള്ളറ്റ്, സ്റ്റീവ്, ഫ്ലഫി, നിക്ക്, ഇറ്റാച്ചി, സുനിമു. ഇത്ര പേരാണ് ടി വിയിൽ നിന്ന് ഇപ്പോൾ കറന്റ് ഈ ഒരു സെനാറിയോയിൽ നിന്ന് മാറി നിൽക്കുന്ന പ്ലേയേഴ്സ് എന്ന് പറയുന്നത്. ഞാനൊരു സത്യം പറയട്ടെ നിങ്ങൾക്ക്, എനിക്കിത് എവിടുന്ന് തുടങ്ങണം, എന്ത് ചെയ്യണം? വേറൊരു കാര്യം പറയട്ടെ കേസ്, ഞാൻ സത്യം പറയാം, ഇങ്ങനെ വിളിച്ചിട്ടുണ്ട് ഞാൻ ബ്രാവോയെ ഫോണിൽ. ഞാനൊരു സത്യം പറയട്ടെ ഞാൻ നിങ്ങളുടെ അടുത്ത്, എനിക്കിത് എവിടുന്ന് തുടങ്ങണം, എന്ത് ചെയ്യണം? ഞാൻ ബ്രാവോ ഇത് പറഞ്ഞ് വിളിച്ചിട്ടുണ്ട്, ഇല്ലെന്ന് ബ്രാവോ പറയട്ടെ. ബ്രാവോ, ഞാൻ എന്ത് ചെയ്യണം, എവിടെ തുടങ്ങണം, എന്ത് ചെയ്യണം എന്ന് പറയാതെ ഞാൻ വിളിച്ചിട്ടില്ലേ നിന്നെ? ഒരു ദിവസം ഫുള്ള് ഞാൻ ഒരു 2-2.5 മണിക്കൂർ ഞാൻ ബ്രാവോ എടുത്ത് സംസാരിച്ചൊരു ദിവസമുണ്ട് ഇതിനെ പറ്റി. 4.5 മണിക്കൂർ ഞാൻ ഇരുന്ന് ബ്രാവോട് മാത്രം സംസാരിച്ചു. സത്യം പറയല, എനിക്ക് അങ്ങനെ ഇത് റീബിൽഡ് ചെയ്ത് മറ്റേ എല്ലാവരുടെയും മുമ്പിൽ ഇത് കാണിക്കുക എന്നുള്ളതല്ല സന്തോഷം. എന്റെ സന്തോഷം, എന്റെ വിഷമം എന്തായിരുന്നു അത് എനിക്കറിയാവുന്ന ആൾക്കാരുടെ അടുത്ത് മാത്രമേ ഷെയർ ചെയ്തിട്ടുള്ളൂ ഞാൻ. അല്ലാതെ ഇത് പുതിയ ആൾക്കാരെ ഇവിടെ കൊണ്ടുവന്ന് ഇത് അൺസ്റ്റോപ്പബിൾ ലൈനപ്പ് ആക്കുന്നതിലല്ല എന്റെ സന്തോഷം. സത്യം പറയാതിരിക്കാൻ വയ്യ എനിക്കത്. ഞാൻ ഇരുന്നിട്ടുണ്ട് ഇതിന്റെ പുറകെ. അന്ന് എൻ്റെ അടുത്ത് ബ്രാവോ പറഞ്ഞ ഒറ്റ കാര്യം ഇതേ ഉള്ളൂ, എടാ ഇങ്ങനൊരു സമയത്ത് ഞാൻ ഇതിനു മുമ്പും ഞങ്ങൾ ബ്രാവോയുടെ കാര്യത്തിൽ ഞാൻ ഇതിനു മുമ്പ് ബ്രാവോയുടെ സംസാരിച്ചതാണ്. എനിക്ക് എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു സത്യം പറഞ്ഞ അന്ന്. ഇല്ല ബ്രാവോ, എനിക്ക് അതിനോട് നിന്റെ അടുത്ത് എനിക്ക് ഭയങ്കര താങ്ക് യു പറയാനുണ്ട്. അങ്ങനെ ഒരു മൊമെന്റിൽ നീ ഇവിടെ വന്ന് എന്റെ കൂടെ നിന്നതിന് എനിക്ക് ഒരുപാട് സത്യം പറഞ്ഞു താങ്ക് യു പറയണം. എനിക്കത് പറയാതിരിക്കാൻ നീ എന്ത് പറയുന്നേ? എടാ നീ ഇങ്ങനെ പറയല്ലേ. നിനക്കറിയാലോ എനിക്കും അതേപോലെ നീ എന്താ ചെയ്തതെന്നുള്ള നിനക്ക് നല്ല ബോധ്യമുണ്ടല്ലോ. ആ ഒരു സമയത്ത് നീ അന്ന് എന്നെ കൈപിടിച്ചില്ലായിരുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ KVR ബിൽഡിങ്ങോ അല്ലെങ്കിൽ എന്റെ ബാക്കിയുള്ള പേഴ്സണൽ കാര്യങ്ങളോ ഒന്നും ശരിയാകത്തില്ല. മനസ്സിലായോ? അത് ഞാൻ നിന്നോട് എന്തും വേണ്ടി നന്ദി പറയണ. അപ്പൊ
അതെ അതെ ഏയ് ഇതാണ് ഫുള്ള് കാണാൻ പറഞ്ഞ ഇവര്.